മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏപ്രിൽ 9 തീയതി ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 35 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ്. ഉദിതനായ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. യേശുവിൻ്റെ ഉദ്ധിതമായ ശരീരത്തിനുള്ള ചില സവിശേഷതകൾ ലൂക്കാ സുവിശേഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉദ്ധിതൻ പല രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. നമ്മൾ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെടുന്നത് ഒരു യാത്രക്കാരൻ്റെ രൂപത്തിലാണ്. ഇവിടെ ശിഷ്യന്മാർ ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ മറ്റൊരു രൂപത്തിൽ ഈശോ പ്രത്യക്ഷപ്പെടുകയാണ്. യേശു ഭൗതികമായ ശരീരത്തോടു കൂടെയാണ് ഉയർത്തെഴുന്നേറ്റത് എന്നതിൻ്റെ തെളിവുകൾ ലൂക്കാ സുവിശേഷകൻ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മുടെ മുമ്പിൽ നിരത്തുകയാണ്. ഒന്നാമത്തേതായിട്ട് പറയുന്നത്, ഈശോ പറയുന്നു, കൈകളും കാലുകളും ഈശോ ശിഷ്യന്മാരെ കാണിച്ചു കൊടുക്കുകയാണ്. 40 വാക്യത്തിൽ ഈശോ തന്റെ കൈയും കാലും ശിഷ്യന്മാരെ കാണിച്ചു കൊടുക്കുന്നു. തൊട്ടു നോക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുന്നു. എനിക്കുള്ളതുപോലെ അസ്ഥിയും മാംസവും ഭൂതത്തിനില്ലല്ലോ എന്ന് അവിടുന്ന് പ്രത്യേകം പറഞ്ഞു വെക്കുന്നു. 43 വാക്യത്തിൽ ഈശോ വറുത്ത മീൻ ഭക്ഷിക്കുന്നു. യേശു ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവരെ വീണ്ടും വീണ്ടും ഈശോ ഓർമ്മപ്പെടുത്തുന്നു. യേശുവിൻ്റെ ഉദ്ധിത ശരീരത്തിനുള്ള 2 സവിശേഷതകൾ ശ്രദ്ധേയമാണ്. ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത്, നമുക്കത് ദർശിക്കുവാനായിട്ട് സാധിക്കും, കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് അത് തൊട്ടനുഭവിക്കാനായിട്ട് സാധിക്കും. 2 സവിശേഷതകളും ലൂക്കാ സുവിശേഷകൻ ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇവിടെ യേശോ തൻ്റെ ഇന്നത്തെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്തിൽ ജെറുസലേമിൽ നിന്ന് തൻ്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കണമെന്നാണ് ശിഷ്യന്മാരോട് പറയുന്നത്. എന്തുകൊണ്ടാണ് ജെറുസലേമിൽ നിന്ന് ആരംഭിക്കണമെന്ന് പറയാനുള്ള കാരണം? അതിന് പഴയ നിയമമായിട്ട് ചില ബന്ധങ്ങളുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2 അധ്യായം 3 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവിൻ്റെ നിയമം സിയോനിൽ നിന്നും പുറപ്പെടും, അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്നുമെന്ന്. സക്രിയായുടെ പുസ്തകം 14 അധ്യായം 8 വാക്യത്തിൽ വായിക്കുന്നു, അന്ന് ജീവജലം ജെറുസലേമിൽ നിന്നും പുറപ്പെട്ട് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകുമെന്ന സക്രിയ പ്രവാചകൻ പറയുകയാണ്. കൂടാതെ ജെറുസലേമിൽ നിന്നും ആരംഭിക്കാൻ പറയാനുള്ള മറ്റൊരു കാരണമായിട്ട് വ്യാഖ്യാനിക്കുന്നതും ജെറുസലേമിന്റെ പതനത്തെക്കുറിച്ച്, നാശത്തെക്കുറിച്ച് ഈശോയ്ക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. 37 വർഷം കഴിയുമ്പോൾ ഈ ജെറുസലേം ഇല്ലാതാകുമെന്നും ദേവാലയമൊക്കെ നശിപ്പിക്കപ്പെടുമെന്നും ജെറുസലേം നിവാസികൾ, ജൂതന്മാർ പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോകുമെന്നും ഈശോയ്ക്ക് അറിയാമായിരുന്നു. ഇനി 37 വർഷമുള്ളൂ. അതിന് AD 70 നമ്മൾ കാണുന്നുണ്ട് റോമൻ സൈന്യം ടൈറ്റസിന്റെ നേതൃത്വത്തിൽ ജെറുസലേമിനെ ആക്രമിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ദിവസത്തിൽ ലൂക്കാ സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ ഈ സുവിശേഷ ഭാഗം അവതരിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഈശോ തൻ്റെ ഭൗതികമായ ശരീരത്തോടു കൂടെയാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് എന്ന വലിയ സത്യം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ദിനത്തിൻ്റെ എല്ലാ നന്മകളും നമുക്കുണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.